തിരക്കഥയിൽ ചിരി കൊണ്ടുവരിക എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു നടന് കോമഡി അഭിനയിച്ച് ഫലിപ്പിക്കുന്നത് പോലെ തന്നെ ബുദ്ധിമുട്ടാണ് തിരക്കഥയിൽ കോമഡി കൊണ്ടുവരിക എന്നുള്ളത്. ആ ഒരു ടാസ്ക് എങ്ങനെ ഏറ്റെടുത്തു? ശരിക്കും കുഞ്ഞിരാമായണത്തിലുണ്ട്. അത് എങ്ങനെയാണ് കോമഡി ഇങ്ങനെ സ്ക്രിപ്റ്റിലേക്ക് കൊണ്ടുവരുന്നത്? പൊതുവെ ഇങ്ങനെ കോമഡി കഥകളാണ് എഴുതാറ്. ഇങ്ങനെ ഷോർട്ട് സ്റ്റോറീസ് എഴുതും, അത് ബ്ലോഗിൽ പബ്ലിഷ് ചെയ്യും. അതിപ്പോ തുടർച്ചയായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊന്ന് 5 കഥകളിൽ നിന്നാണ് കുഞ്ഞിരാമായണം ഉണ്ടായത്. അപ്പൊ അത് ഇപ്പൊ നമ്മൾ എഴുതുന്നു, പോസ്റ്റ് ചെയ്യുന്നു, ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ബ്ലോഗിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന റെസ്പോൺസിൽ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടും ഇത് ചിരിക്കുന്നുണ്ട് എന്നുള്ളൊരു റെസ്പോൺസ് ഉണ്ട്. അപ്പൊ അത് തരുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. ഈ സെന്റിമെന്റ്സ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. മ്യൂസിക് ഒക്കെ അതിനെ സഹായിക്കുകയും ചെയ്യും. പക്ഷെ കോമഡി ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു നൂൽപ്പാലത്തിലൂടെ ഇപ്പോൾ നമ്മളെ പപ്പുചേട്ടൻ പറഞ്ഞ പോലെ ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ പാളിപ്പോയാൽ ചിലപ്പം വളിപ്പെന്ന് പറഞ്ഞാൽ ആകെ പ്രശ്നമാവും. അങ്ങനെ റിസ്ക് ആണ് ശരിക്കും പറഞ്ഞാൽ അതിൽ ഡയലോഗ്സ്. കാരണം നമ്മൾ ആ ഡയലോഗ്സ് ഇപ്പൊ നമ്മള് എഴുതി വെച്ചതും ചിലപ്പോൾ ചിരിച്ചോളണം എന്നില്ല. അത് റെൻഡർ ചെയ്യുന്ന രീതിയിൽ ചിലപ്പോൾ മാറിപ്പോയാൽ അത് പെർഫോം ചെയ്യുന്ന രീതിയിൽ പോലും പ്രശ്നം. അതെ, പക്ഷെ നമ്മൾ എഴുതി വീണ്ടും ഡബില് ഇടുന്ന ഒരു കുഞ്ഞു സാധനത്തിലായിരിക്കും ഭയങ്കരമായിട്ട് ചിരി വരും. അപ്പൊ നമുക്ക് ഈ കോമഡിയുടെ ഒരു മീറ്റർ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എങ്ങനെ വേണമെങ്കിലും അത് ആവാം. കാസ്റ്റിംഗ് വലിയ പ്രധാനപ്പെട്ടതാണ്. കാസ്റ്റിംഗ് പ്രധാനമാണ്. പിന്നെ അതിന്റെ മ്യൂസിക്കിന്റെ ഒരു സപ്പോർട്ട്, ഈവൻ റിയാക്ഷൻ. ഇപ്പൊ ചിലപ്പോൾ ഒരു ഡയലോഗ്, ഒരു തഗ് ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് അത് കേട്ട് നിൽക്കുന്ന ആളുടെ റിയാക്ഷനിലായിരിക്കും ആളുകൾ ചിരിക്കുക. അല്ലാതെ ഡയലോഗിൽ ചിരിക്കില്ല. കാസ്റ്റിംഗിന്റെ പ്രശ്നമുണ്ട്, മ്യൂസിക് ഉണ്ട്. അപ്പൊ അതില് കാസ്റ്റിംഗ് ആണ് ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഈ മലയാളികളൊക്കെ ചോദിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. ഈ പൃഥ്വിരാജിനെ പോലെ ഇങ്ങനത്തെ ക്ലാസ് ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്തിരിക്കുന്ന ആൾ ഇങ്ങനെ ഒരു കോമഡി ക്യാരക്ടറിലേക്ക് എന്തുകൊണ്ട് കാസ്റ്റ് ചെയ്ത് ശരിക്കും അത് വർക്കാവും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പിന്നെ കഥ പറയുമ്പോൾ ആള് എൻജോയ് ചെയ്ത് ഭയങ്കരമായിട്ട് ചിരിച്ചു. അപ്പോൾ രാജേട്ടൻ അത് അങ്ങനത്തെ ആള് ഭയങ്കര ഹ്യൂമർ സെൻസ് ഉള്ളൊരു മനുഷ്യനാണ്. നമുക്ക് തോന്നില്ല. നല്ല കഥകൾ നന്നായിട്ട് കഥ പറയും. അപ്പോ കഥ പറയുമ്പോഴൊക്കെ നമ്മളെ ചിരിപ്പിക്കുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയായിരുന്നു നമ്മുടെ ഒരു 80s-ലോ 90s-ലോ ഒക്കെ ഉള്ള മോഹൻലാലിന്റെ പല ക്യാരക്ടേഴ്സ് കണ്ടിട്ടുണ്ട് ചില സിനിമകളിലൊക്കെ. അങ്ങനെയുള്ള ഒരു മോഹൻലാൽക്ക് അന്ന് കോമഡി ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ സൂപ്പർ സ്റ്റാർ പദവിയിലൊക്കെ നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്ന ഒരു നടൻ കൂടിയാണ് പൃഥ്വിരാജിനെ കൊണ്ട് കോമഡി ചെയ്യിക്കുക എന്നുള്ളത്. അങ്ങനെ ഒരു മോഡൽ ഉണ്ടായിരുന്നു ശരിക്കും. മോഹൻലാലൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ട് പൃഥ്വിരാജിനെ ചെയ്തുകൂടാന്നൊരു തോന്നലുണ്ടായിരുന്നു. ബേസിക്കലി അത് നമുക്ക് പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഡയറക്ടർ വിജയേട്ടനാണെങ്കിലും അതിന്റെ കൃത്യമായിട്ടുള്ളൊരു മീറ്റർ എങ്ങനെ ചെയ്യണം, എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്നുള്ള രീതിയൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ക്യാരക്ടർ തന്നെയായിരുന്നു മുമ്പ് 2019 ഞാൻ രാജേട്ടൻ്റെ അടുത്ത് കഥ പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. ബേസിലെ ക്യാരക്ടർ ആയിരുന്നു. അന്നൊരു സീനിയർ ആക്ടർ ആയിരുന്നു. ഇപ്പൊ രാജേട്ടൻ ചെയ്ത ആനന്ദേട്ടൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യാനുണ്ടായിരുന്നു. പിന്നീട് അത് ഡിലേ ആയി. പിന്നെ നമ്മള് ജയക്ക് ശേഷം ബേസിൽ കഥ കേട്ട് ഓക്കെ പറയും. പിന്നെ രാജേട്ടൻ്റെ അടുത്ത് രാജേട്ടൻ ഈ ആനന്ദേട്ടൻ എന്നുള്ള ക്യാരക്ടർ ചെയ്യാന്ന് പറയാനുണ്ടായത്.